സിനിമാ കേരള ഇങ്ങനെയൊക്കെയാണ്. സത്യമായി വിളിച്ചു പറയും നിങ്ങളുടെ മുമ്പിൽ. സത്യമായി വിളിച്ചു പറയുമ്പോൾ സിനിമാ കേരള വിവാദ ചാനലായി മാറുകയും ചെയ്യും. ഇപ്പോൾ നമ്മുടെ ഒരു ട്രെൻഡ് സെറ്റർ എന്ന് പറയുന്നത് ഒരു വടക്കൻ വീരഗാഥയാണ്. MD സാർ കഥയും തിരക്കഥയും എഴുതി സംവിധാനം ചെയ്ത ഒരു വടക്കൻ വീരഗാഥ. അന്നത്തെ കാലത്ത് അതൊരു ബാഹുബലി തന്നെയായിരുന്നു. പക്ഷേ ഇപ്പോൾ എത്തുമ്പോൾ ബാഹുബലിയെക്കാളും ഒരുപാട് ഉയരങ്ങളിലേക്ക് പോയ, അല്ലെങ്കിൽ ഒരുപാട് പ്രതീക്ഷകളിലേക്ക് പോയ ഒരു ചിത്രമായി വടക്കൻ വീരഗാഥ മാറുന്നു. ബാഹുബലി എന്നത് വടക്കൻ വീരഗാഥയ്ക്ക് മുമ്പിൽ ഒന്നുമല്ലാതായി മാറുന്നു. അതൊക്കെയാണ് വടക്കൻ വീരഗാഥ റിലീസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന പ്രത്യേകത. ബാഹുബലി കണ്ട് അന്തപ്പെട്ടവർ അന്നത്തെ കാലത്ത് വടക്കൻ വീരഗാഥ കണ്ട് അന്തം വിട്ടിട്ടില്ല. കാരണം അങ്ങനെയുള്ള ഒരു കമേഴ്ഷ്യൽ പരിപാടികൾ ആവിഷ്കരിച്ചിരുന്നില്ല അന്ന്. ഇപ്പോൾ വടക്കൻ വീരഗാഥ പറയുമ്പോൾ, വടക്കൻ വീരഗാഥയെ പറ്റി പറയുമ്പോൾ ഒരു കാലം പറയാതെ വയ്യ. വടക്കൻ വീരഗാഥയിൽ അരിങ്ങോടർ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് ക്യാപ്റ്റൻ രാജുവാണ്. ക്യാപ്റ്റൻ രാജുവിന്റെ അഭിനയ ജീവിതത്തിലെ അസാധ്യ കഥാപാത്രം. ക്യാപ്റ്റൻ രാജുവിൽ ഈ കഥാപാത്രം എങ്ങനെ എത്തി എന്നുള്ളതാണ് ചർച്ചാ വിഷയമാക്കുന്നത്. ഞാൻ യഥാർത്ഥത്തിൽ അരിങ്ങോടർ എന്ന കഥാപാത്രം അവതരിപ്പിക്കേണ്ടിയിരുന്നത് രഘുവരനായിരുന്നു. രഘുവരനെ അതിനുവേണ്ടി ഹരിഹരൻ കണ്ടിരുന്നു. വടക്കൻ വീരഗാഥയുടെ സംവിധായകൻ ഹരിഹരൻ രഘുവരനെ കണ്ടു. വടക്കൻ വീരഗാഥയുടെ അരിങ്ങോടർ എന്ന വേഷം ചെയ്യാൻ രഘുവരൻ തയ്യാറാവുകയും ചെയ്തു. പക്ഷെ അപ്പോൾ അദ്ദേഹത്തിന് വലിയ തിരക്കായിരുന്നു രഘുവരന്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കൃത്യസമയത്ത് എത്താൻ പറ്റിയില്ല. രഘുവരന് പകരം ആര് എന്ന ചോദ്യം അവിടെ വല്ലാതെ ഉയർന്നു. അങ്ങനെയാണ് ക്യാപ്റ്റൻ രാജുവിലേക്ക് ഈ കഥാപാത്രം എത്തിയത്. ഒരു വടക്കൻ വീരഗാഥ വീണ്ടും തിയേറ്ററുകൾ കീഴടങ്ങുമ്പോൾ, ഒരു വടക്കൻ വീരഗാഥ വീണ്ടും തിയേറ്ററുകളിൽ മാസ്മരികതയായി മാറുമ്പോൾ, അതിലെ അരിങ്കോണ്ടരായി ക്യാപ്റ്റൻ രാജു നിറഞ്ഞാടുമ്പോൾ, അങ്ങനെ നിറഞ്ഞാടുന്ന ഒരു നിമിഷം വരുമ്പോൾ അത് ചെയ്യേണ്ടിയിരുന്നത് രഘുവരൻ എന്ന അതുല്യ നടനായിരുന്നു എന്ന സത്യം പുറത്തുവിടുകയാണ് സിനിമാ കേരള. രഘുവരൻ എന്ന അതുല്യ നടൻ ചെയ്യേണ്ട വേഷം ക്യാപ്റ്റൻ രാജു ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെതായ ഒരു വലിയൊരു ഹൈപ്പ് ഉണ്ടായി. അദ്ദേഹം തകർത്തു കളഞ്ഞു ആ വേഷത്തിൽ. രഘുവരനായിരുന്നെങ്കിൽ വടക്കൻ വീരഗാഥ എങ്ങനെ പോകും എന്ന ഒരു ചോദ്യവും ബാക്കി. അന്നത്തെ കാലഘട്ടത്തിൽ രഘുവരൻ വടക്കൻ വീരഗാഥയിൽ അഭിനയിച്ചിരുന്നെങ്കിൽ ഒരു പാൻ ഇന്ത്യൻ ചിത്രമായി മാറുമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് തിരക്കായിരുന്നു. അദ്ദേഹത്തിന് വടക്കൻ വീരഗാഥയിൽ അഭിനയിക്കാൻ സാധിച്ചില്ല. അദ്ദേഹത്തിന് പകരം ക്യാപ്റ്റൻ രാജു വന്നു. വടക്കൻ വീരഗാഥയ്ക്ക് ഒരു ഡാമേജും ക്യാപ്റ്റൻ രാജു ഉണ്ടാക്കിയതുമില്ല.